ഹലോ ഗൈസ്, നമ്മളിവിടെ ഫിഗർ 8 പൂൾ കാണാൻ വേണ്ടി ഹൈക്ക് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഒരു കാട്ടിലൂടെയാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. പക്ഷെ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ ആ കാടൊക്കെ മാറി ഒരു ബ്യൂട്ടിഫുൾ ബീച്ച് വ്യൂ നമുക്ക് കാണാൻ പറ്റി. ബീച്ച് വ്യൂ മാത്രമല്ല, ഇവിടെ കോടൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന കുന്നും മലയും ഒക്കെ കാണാൻ പറ്റി. നമ്മൾ പിന്നെയും നടന്നപ്പോൾ നമ്മൾ ബീച്ച് സൈഡെത്തി. നമ്മളങ്ങനെ കുറേ പേരോട് വഴിയൊക്കെ ചോദിച്ചു. എന്നിട്ട് നമ്മൾ പിന്നെയും യാത്ര തുടർന്നു. ബീച്ച് സൈഡിലേക്കൂടെ കുറേ സമയം നമ്മൾ തേരാപ്പാര നടന്ന് ഒരു പാറക്കെട്ടിൻ്റെ അടുത്തെത്തി. നമുക്ക് ഈ പാറക്കെട്ട് കണ്ടപ്പോൾ സംശയം തോന്നി, ഈ വഴി തന്നെയാണ് പോകേണ്ടത്. അവിടെ കണ്ട ആൾക്കാരോടൊക്കെ നമ്മൾ ചോദിച്ച് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്തു. പിന്നെ സംഭവിച്ചത് ഇതാണ് ഗൈസ്. Unnu, you have to use your both hands. This is hard, man. ഇവിടെ മറ്റേ വെള്ളം കയറിയാൽ എന്ത് ചെയ്യും നമ്മള്? Oh God, this looks very scary, Unnu. I don't do all this crap. ഇതും കൂടി കയറിയാൽ കഴിഞ്ഞു എന്നോ? എങ്ങോട്ട് കയറാൻ? എനിക്ക് വയ്യ ഒന്നു. ഐ എം ഗോയിങ് ബാക്ക്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, എനിക്ക് പേടിയാ. ഓ നോ, there are like tons of rubbles again. ശരിക്കും എനിക്ക് പേടിയാ ഒന്നു. മെല്ലെ I can't do this. ഈ പാറക്കെട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തെത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയെന്ന്. പക്ഷേ ഇല്ല ഗൈസ്, ഫോൺ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതല്ല ശരിക്കും ഡെസ്റ്റിനേഷൻ. നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഫ്രണ്ടിലും ബാക്കിലുണ്ടായ ചേട്ടന്മാരുടെ ബാക്കിൽ നമ്മൾ നടന്നു. പക്ഷേ ഹൈറ്റൈഡ് ആയത് കാരണം നമുക്ക് അങ്ങോട്ട് പോകാനും ചെറുങ്ങനെ പേടിയും ഉണ്ടായിരുന്നു. അവസാനം നമ്മൾ ആ ഡിസിഷൻ എടുത്തു, നമുക്ക് തിരിച്ചു പോവാം. എന്നിട്ട് നമ്മൾ തിരിച്ചു നടന്നു. ഫിഗർ 8 പൂൾ കാണാൻ പറ്റാണ്ട് തിരിച്ച് നടക്കുന്ന സമയത്ത് അച്ചുവിൻ്റെ കാലിൽ എന്തോ കടിച്ചു കേട്ടോ. ഒരു സിംഗിൾ ബൈറ്റ് മാർക്കായിരുന്നു അവിടെ ഉണ്ടായത്. അതുകൊണ്ട് പാമ്പല്ലാന്ന് ഞാൻ ഉറപ്പ് വരുത്തി. അവസാനം എങ്ങനെയൊക്കെയോ തിരിച്ചെത്തി. പിന്നെ അച്ചുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നല്ല ഊമ്പിയ ദിവസം.